കണ്ണൂർ ജില്ലയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ സി പി എമ്മിനാകെ കൈപൊള്ളിയിരിക്കുകയാണ്. 3 മണ്ഡലങ്ങളിൽ, പ്രത്യേകിച്ച് 3 മണ്ഡലങ്ങളിൽ. ഒന്ന് മട്ടന്നൂർ, 2 പയ്യന്നൂർ, 3 പേരാവൂർ. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കുമ്പോൾ ഈ മാർക്സിസ്റ്റ് പാർട്ടി യഥാർത്ഥത്തിൽ കുടുംബാധിപത്യത്തിനെതിരെയൊക്കെ ഒരുപാട് സംസാരിക്കുന്നവരല്ലയോ. അങ്ങനെ ആർക്കും ഒന്നും പതിച്ചു കൊടുത്തേക്കുന്നതല്ല, കുടുംബാധിപത്യം ഒന്നും പാടില്ല. അപ്പോൾ തളിപ്പറമ്പ് മണ്ഡലത്തിൽ അത് ഞാൻ പറയാൻ മറന്നുപോയി. അപ്പം അതായത് തളിപ്പറമ്പ്, മട്ടന്നൂർ, പയ്യന്നൂർ, അതുപോലെ പേരാവൂർ വരും. അപ്പോൾ ഈ 4 മണ്ഡലങ്ങൾ സംബന്ധിച്ചിടത്തോളം ഉള്ള പ്രശ്നമാണ്. അതിൽ ഇപ്പോൾ പ്രാദേശികമായിട്ട് ഒരുപാട് എതിർപ്പ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഈ മട്ടന്നൂർ സീറ്റിനെ കുറിച്ചും അതുപോലെ തളിപ്പറമ്പ് സീറ്റിനെ കുറിച്ചും വരുന്നുണ്ട്. തളിപ്പറമ്പിൽ നമ്മുടെ എം വി ഗോവിന്ദനാണ് മത്സരിച്ച് MLA ആയിട്ടിരിക്കുന്നത്, ഇപ്പോഴും പാർട്ടി സെക്രട്ടറി. ശ്രീ എം വി ഗോവിന്ദൻ ഇനി മത്സരിക്കുന്നില്ല എന്നൊരു തീരുമാനം എടുത്തു. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ പിന്നെ വേറെ ആർക്കെങ്കിലും കൊടുക്കണ്ടേ സീറ്റ്? അപ്പോൾ അത് ഏറ്റവും മുതിർന്ന നേതാവ് എന്നുള്ള നിലയ്ക്ക് എന്നുള്ള ഒരു കണക്കൂട്ടലുള്ള മുതിർന്ന നേതാവൊന്നും അല്ല, ശ്രീമതി PK ശ്യാമളയ്ക്ക് അവിടെ സീറ്റ് കൊടുക്കാം എന്നൊരു തീരുമാനം അങ്ങ് എടുത്തു. അപ്പം ഈ PK ശ്യാമള എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ആരുമല്ല, നമ്മുടെ ശ്രീ എം വി ഗോവിന്ദൻ്റെ ഭാര്യയാണ്. അതാണ് അവരുടെ ഏറ്റവും വലിയ ഈ പാർട്ടിയിൽ ഉള്ള യോഗ്യത. അപ്പോൾ അത് 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 അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം, ആ സീറ്റ്, തളിപ്പറമ്പ് സീറ്റ് ഇങ്ങനെ കൈമാറുമ്പോൾ ഇത് കുടുംബാധിപത്യം മാർക്സിസ്റ്റ് പാർട്ടിയിലും ഉണ്ടോ എന്ന് പാർട്ടി അണികൾ ചോദിച്ചാൽ അതിനകത്ത് എന്തെങ്കിലും അതിശയമുണ്ടോ? അപ്പോൾ പറയും അത് ഒരാളുടെ ഭാര്യയായിപ്പോയി, അത് എം വി ഗോവിന്ദൻ്റെ ഭാര്യയായിപ്പോയതുകൊണ്ട് മാത്രം അവർക്ക് മത്സരിക്കാൻ അവസരം നിഷേധിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ഒരു ന്യായവാദമാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട നേതാക്കൾ അവിടെ ഉണ്ടെന്നുണ്ടെങ്കിലോ. മാത്രമല്ല ഇതിന് വീതി ഒരുക്കിയതാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. ഈ സെലക്ഷന് വേണ്ടി ആദ്യമേ അങ്ങ് പ്രഖ്യാപിച്ചു തളിപ്പറമ്പ് മണ്ഡലം ഒരു വനിതാ പ്രാതിനിധ്യം വേണം എന്നങ്ങ് തീരുമാനിച്ചു. അപ്പോൾ അവിടെ ഉള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വനിത എന്ന് പറയുന്നത് സഖാവിൻ്റെ ഭാര്യയാണ്, അല്ലാതെ വേറെ ആരാ ഉള്ളത്? വേറെ ആളുകളൊക്കെ ഉണ്ട്, അവർക്കാർക്കും പ്രാധാന്യമൊന്നും കൊടുക്കത്തില്ല. അത് വേറെ കാര്യം. PK ശ്യാമളയ്ക്ക് ആ സീറ്റ് കൊടുക്കാൻ തീരുമാനം. ഈ വളഞ്ഞ വഴിക്കുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഇത് ഈ അണികളുടെ കണ്ണിൽ നിന്ന് എല്ലാ കാര്യത്തിനും പൊടിയിടാൻ പറ്റത്തില്ല. കുറേ നാൾ എല്ലാവരെയും വഞ്ചിക്കാം, അതായത് കുറേ നാൾ എല്ലാവരെയും എല്ലാ കാലത്തും കുറേ പേരെ വഞ്ചിക്കാം, കളിപ്പിക്കാം. എല്ലാ കാലത്തും കുറച്ച് പേരെയും കളിപ്പിക്കാം. പക്ഷേ എല്ലാ കാലത്തും എല്ലാവരെയും കളിപ്പിക്കാൻ പറ്റത്തില്ല എന്നുള്ളതിൻ്റെ ഉള്ള ഒരു കാര്യമാണത്. അപ്പോൾ അതേപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മധുസൂദനൻ എന്ന് പറയുന്ന പയ്യന്നൂരിലെ സിറ്റിംഗ് MLA. മധുസൂദൻ്റെ പേരിൽ കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന പാർട്ടി സഖാവ്, ഇപ്പോൾ അദ്ദേഹം സഖാവ് എന്നല്ല, പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങൾ വളരെ ഗൗരവമേറിയതാണ്. കറപ്ഷൻ, അഴിമതി, സാമ്പത്തിക അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് കുഞ്ഞികൃഷ്ണൻ അവിടെ ഉയർത്തിയത്. അപ്പോൾ നമ്മളെല്ലാം രാകേഷ്, അതായത് ജില്ലാ സെക്രട്ടറി ഉണ്ടല്ലോ കണ്ണൂർ, രാകേഷ്, നമ്മളെല്ലാം ഒന്ന് ഒരു വലിയൊരു, എനിക്കും അറിഞ്ഞുകൂടാത്ത ഒരു വിദ്യാഭ്യാസം തന്നു കേട്ടോ. പൊതുജനങ്ങളും ബഹുജനങ്ങളും ഒന്നല്ല കേട്ടോ. ബഹുജനങ്ങളെന്ന് പറയുന്നത് അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവർ, പൊതുജനങ്ങളെന്ന് പറയുന്നത് എല്ലാവരും. അതായത് ഈ ധനരാജിൻ്റെ ഫണ്ട് സമാഹരണം ഉണ്ടല്ലോ, രക്തസാക്ഷി ഫണ്ട് സമാഹരിച്ചതിൽ നിന്നും അതിൽ നിന്ന് പൈസ അടിച്ചുകൊണ്ട് പോയി മധുസൂദൻ എന്നുള്ള ഗുരുതരമായ ആരോപണമാണ്, അതിലെ കള്ളക്കണക്കൊക്കെ ഉണ്ടാക്കി എന്നൊക്കെയുള്ള ഗുരുതരമായ ആരോപണമാണ് കുഞ്ഞികൃഷ്ണൻ ഉന്നയിച്ചത്. ആ ആരോപണം ശരിയാണെന്നോ അല്ലയോ എന്നുള്ളതല്ല പ്രശ്നം, കുഞ്ഞികൃഷ്ണൻ അത് പറയാൻ പാടില്ലായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിന് കുഞ്ഞികൃഷ്ണനെ ചീത്തയൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് കണക്ക് ഞങ്ങൾ പിരിവിൻ്റെ കണക്കാരും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരും അറിയേണ്ട കാര്യമില്ല, ഞങ്ങൾ അറിഞ്ഞാൽ മതി, ഞങ്ങൾ പിരിക്കും, ഞങ്ങൾക്ക് ഇഷ്ടംപോലെ ചിലവാക്കും,
ഞങ്ങൾ തിന്നും, അതൊക്കെ ശരിയാ, അതൊക്കെ വേറെ കാര്യം, അത് ആരും അറിയണ്ട. അവസാനം ഇത് മോശമായി മാറും എന്ന് പറഞ്ഞപ്പോൾ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇത് സംസ്ഥാന സെക്രട്ടറി തന്നെ പറഞ്ഞു, ഇതിൻ്റെ കണക്ക് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും എന്ന് പറഞ്ഞു. ആ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമാണ് ഇത് ആരുടെ മുമ്പിൽ അവതരിപ്പിക്കണം എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളമാണ് കെ രാഗേഷ് നിർവചനം കൊടുത്തത്. ഞങ്ങൾ ബഹുജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും. ബഹുജനങ്ങളെന്ന് പറഞ്ഞാൽ പാർട്ടിയുടെ ആൾക്കാർ. പൊതുജനങ്ങളെന്ന് പറഞ്ഞാൽ BJPക്കാരും അതിൽ ഉൾപ്പെടും, ധനരാജനെ കൊന്നേക്കുന്നവരും ഉൾപ്പെടും. അത് കാരണം അത് അവരറിയേണ്ട കാര്യമില്ലേ കണക്ക്. അങ്ങനെ നമുക്കൊരു പുതിയ ഒരു അറിവ് വീണ് കിട്ടി. ഈ പൊതുജനങ്ങളെന്ന് പറയുന്നതും ബഹുജനങ്ങളെന്ന് പറയുന്നതും ഒന്നല്ല. ഈ പൊതുജനങ്ങളെ ഒരിക്കലും ബഹുജനങ്ങളെന്ന് പറയത്തില്ല. ബഹുജനങ്ങളെന്ന് പറഞ്ഞാൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവർ പൊതുജനമല്ല, അത് വേറെ ആളുകൾ, അവർ സ്വന്തം ആളുകളാണ്. ഇതേതായാലും ചിരിക്കാനുള്ള കാര്യമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ബഹുജനമായാലും പൊതുജനമായാലും ഇന്നേ വരെ അയാൾ കണക്ക് അവതരിപ്പിച്ചിട്ടില്ല. എന്നിട്ടാണ് ഈ നീണ്ട ന്യായം അങ്ങോട്ട് ഇറക്കി വിടുന്നത് ബഹുജനങ്ങളുടെ മുമ്പിൽ. അത് ഒരു ജനത്തിൻ്റെ മുമ്പിൽ ഇതുവരെ അവതരിപ്പിച്ചിട്ടുമില്ല, വന്നിട്ടുമില്ല. ആ മധുസൂദനെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കിയാൽ ഉള്ള പ്രശ്നം ഇവർക്ക് കൈ പൊള്ളി നിൽക്കുകയാണ്. കുഞ്ഞകൃഷ്ണൻ്റെ ആൾക്കാർ അവിടെ ഉണ്ട്, ധാരാളം ഉണ്ട്, നല്ല ജനക്കൂട്ടമാണ്, നല്ല ജനപിന്തുണയുണ്ട് കുഞ്ഞകൃഷ്ണന്. കുഞ്ഞകൃഷ്ണൻ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാനുള്ള എല്ലാ സാധ്യതകളും ഞാൻ കാണുന്നുണ്ട് അവിടെ. അതേപോലെ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട്, കണ്ണൂരക്കാര്യം അല്ലെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു നേതാവ്, CPMൻ്റെ നേതാവ് ശ്രീ G. സുധാകരൻ, കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനാണ് അദ്ദേഹം. അഴിമതി ലെവലേശം തൊട്ട് തീർത്താത്ത ആളാണ്. അങ്ങനെയുള്ള ഒരാൾ അദ്ദേഹത്തിന് അവിടെ സീറ്റ് കൊടുക്കത്തില്ല എന്ന് വന്നാൽ എൻ്റെ അഭിപ്രായത്തിൽ അദ്ദേഹം സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അത് ഇതുപോലൊരു മനുഷ്യനെ വെറുതെ പിടിച്ച് ഒതുക്കേണ്ട വല്ല കാര്യമുണ്ടോ? നല്ല കാര്യം ചെയ്തതിന്, നല്ല പ്രതിച്ഛായ ഉണ്ടാക്കി കൊടുത്തതിന് മന്ത്രിസഭയ്ക്ക് പിടിച്ച് ചുമ്മാ ഒതുക്കുക വേണ്ട. അത് G. സുധാകരൻ വേണ്ട. G. സുധാകരൻ്റെ കാര്യം പരിഗണനയേ പരിഗണിക്കേണ്ട. പക്ഷേ അതിച്ചിരി കൈകൊള്ളാനുള്ള എല്ലാ സാഹചര്യങ്ങളും അവിടെ ഉണ്ട്. ശ്രീ G. സുധാകരൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചാൽ എൻ്റെ അഭിപ്രായത്തിൽ മറ്റുള്ളവരെല്ലാം പരാജയപ്പെടുത്തി അദ്ദേഹം ജയിക്കും. അദ്ദേഹത്തിൻ്റെ ജനപിന്തുണ അത്രത്തോളം ഉണ്ട്. അത്രത്തോളം ഒരു ക്ലീൻ ഇമേജ് ഉള്ള ഒരു മനുഷ്യനാണ്. അതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ട, നമുക്ക് കാത്തിരുന്ന് കാണാം. ഇവിടെ മധുസൂദനെ ഇതേപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഇനി മധുസൂദനെ മത്സരിപ്പിച്ചില്ലെങ്കിലും പാർട്ടിക്ക് ക്ഷീണം. കുഞ്ഞുകൃഷ്ണൻ പറഞ്ഞല്ല ശരിയായതുകൊണ്ട് പാർട്ടി മത്സരിപ്പിച്ചില്ലെന്ന് വരും. അങ്ങനെ ആകെപ്പാടെ ഒരു ഊരാക്കുടുക്കിലാണ് മാർക്സിസ്റ്റ് CPM അവിടെ വന്നുപെട്ടേക്കുന്നത്. ഇനി ഇതൊന്നുമല്ല ശ്രീമതി KK ശൈലജയുടെ കാര്യം. അവരെ സംബന്ധിച്ചോളം ഇത്രത്തോളം വളരെ ജനസമ്മതിയുള്ള ഒരു വനിതാ നേതാവ് CPMൽ വേറെ ഇല്ല. പണ്ട് ഓരോരുത്തരെ ഒതുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് CPMൽ. ഗൗരിയമ്മ, സഖാവ് ഗൗരിയമ്മ, അതേപോലെ തന്നെ സുശീല ഗോപാലൻ, അവരെ രണ്ടുപേരെയും ഓരോരുത്തരെ കാണിച്ച് വോട്ടും വാങ്ങിച്ച് മുഖ്യമന്ത്രി സ്ഥാനം ഉണ്ടാക്കിയപ്പം വേറെ ആൾ ഉടുപ്പിട്ട് അവിടെ വന്ന് മുഖ്യമന്ത്രിയാവാൻ ഇവരെ അതിന് കൊള്ളത്തില്ല എന്നുള്ള രീതിയിലാണ്. അതേപോലെ ഈ ശൈലജയ്ക്ക് പറ്റിയത് എന്താണെന്നറിയാമോ? KK ശൈലജയ്ക്ക് പറ്റിയ കാര്യം, ഇവരെ ഈ കോവിഡിൻ്റെ ഇതൊക്കെ കഴിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കുറേ പേര് അങ്ങ് ഉയർത്തി കാണിച്ചവരെ സോഷ്യൽ മീഡിയയിലാണ് കൂടുതലും വന്നേക്കുന്നത്, ഈ ഒരു അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ഇവരാണെന്ന്. അതോടുകൂടി അവരുടെ അടപ്പ് വീണു. കാര്യം അവിടെ രാജാവ് വേറെയുണ്ട്, അവിടെ രാജാവ് മതി, വേറെ ആരും വേണ്ട ഈ സ്ഥാനത്തിന്. അല്ലെങ്കിൽ രാജാവ് തീരുമാനിക്കണം. ചിലപ്പോൾ രാജാവിന് വേറെ ബന്ധുക്കളൊക്കെ കാണും തീരുമാനിച്ചെടുക്കാൻ. അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞോ, ശരി, റെഡിയാക്കി കൊടുക്കണം. അവർ ഏറ്റവും കൂടുതൽ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയിച്ചവരാണ്. എനിക്ക് തോന്നുന്നത് 60,963 വോട്ടിനാണ് ഉള്ള ഭൂരിപക്ഷത്തിലാണ് ശ്രീമതി KK ശൈലജ മട്ടന്നൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു കയറിയത്. പിണറായി വിജയൻ പോലും ഇത്രയും ഭൂരിപക്ഷം ഇല്ല. അങ്ങനെ ഉള്ളപ്പോഴാണ് അവരെ മന്ത്രിസ്ഥാനമൊന്നും കൊടുക്കാതെ അവരെ അവിടെ ഒതുക്കിയിരുത്തി. അവർ മന്ത്രിയാവാൻ കൊള്ളത്തില്ലെന്നുള്ള കാര്യം. കാരണം നല്ല മന്ത്രി എന്നൊരു പേരെടുത്തു പോയല്ലോ, ആ പേര് വേണ്ട, ആ പേരിൻ്റെ ആവശ്യം ഇനി അവർക്കില്ല എന്നുള്ളതാണ് കാര്യം. ഒന്ന് അതായിരിക്കാം എന്നേ നമുക്ക് വിചാരിക്കാൻ നോക്കും. പിന്നെ
മട്ടന്നൂർ മണ്ഡലത്തിൽ അവർക്ക് ബാക്കി എല്ലാവർക്കും ഈ ഈ 2 ടേം എന്നുള്ള വ്യവസ്ഥയൊക്കെ ഒഴിവാക്കി കൊടുത്തു ഒരുപാട് പേർക്ക്. അപ്പോൾ ഇവർക്ക് ഒഴിവാക്കി കൊടുക്കുന്നില്ല. കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇവർ അതിൽ വളരെ വികാരഭരിതയായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. കാരണം എന്നോട് മാത്രം ഈ വിവേചനം കാണിക്കേണ്ട കാര്യം എന്താണ്, എന്നെ മാത്രം എന്തിനു ഒഴിവാക്കി എന്ന് ചോദിച്ചു. അതൊരു പ്രശ്നം അടുത്ത ഇലക്ഷൻ ഉണ്ടായേക്കാം. അപ്പോൾ മട്ടന്നൂർ കൊടുക്കുന്ന ആർക്കാണ്? പ്രായേണ ഒരു ചെറുപ്പക്കാരനായ DYFIയുടെ ഒരു നേതാവായ സനോജ് എന്ന് പറയുന്ന ആൾക്കാണ്, ഒരു ചെറുപ്പക്കാരനാണ് ഈ സീറ്റ് കൊടുക്കുന്നത്. നല്ല ചെറുപ്പക്കാരൊക്കെ കൊടുക്കണം, നല്ലതേ ഉള്ളൂ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഈ ശ്രീമതി KK ശൈലജ എന്തുകൊണ്ട് തഴഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് വേറെ കാരണമൊന്നും പറയാനില്ല. അപ്പോൾ അത് ചെറുപ്പക്കാർക്ക് കൊടുക്കണം, പിന്നെ എല്ലാവരും പെണ്ണുങ്ങളായാൽ മതിയോ എന്നൊക്കെയുള്ള കാര്യം വരും. കാരണം തളിപ്പറമ്പിൽ ഒരു സ്ത്രീ വനിത ആണ് ഉള്ളത്, പിന്നെ മട്ടന്നൂരും പിന്നെ വനിത വരുവാണെങ്കിൽ വലിയ അപകടമല്ലേ, അന്നും വരാൻ പാടില്ലല്ലോ. അപ്പോഴാണ് ഒരു തീരുമാനം എടുത്തേ. ശൈലജയെ പിടിച്ച് പേരാവൂർ മണ്ഡലത്തിൽ പണ്ടൊരിക്കൽ അവിടെ നിന്ന് അവർ ജയിച്ചിട്ടുള്ളതാണ്, പേരാവൂർ മണ്ഡലത്തിൽ. പക്ഷേ കഴിഞ്ഞ 4 തവണയായിട്ട് അവിടെ ജയിച്ചുകൊണ്ടിരിക്കുന്നത് സണ്ണി ജോസഫാണ്, KPCCയുടെ പ്രസിഡൻറ്റ്. സണ്ണി ജോസഫിന് ആ മണ്ഡലവുമായിട്ട് വളരെ വലിയ ഹൃദയബന്ധം തന്നെ ഉള്ളതാണ്, നല്ല സപ്പോർട്ടും ഉള്ളതാണ്. മുതിർന്ന നേതാവ് ഫൈറ്റ് ചെയ്ത് വാങ്ങിയെടുക്കട്ടെ, ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരെല്ലാം ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കാൻ പറഞ്ഞു. ചെറുപ്പക്കാർ ഇങ്ങനെ ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. ചെറുപ്പക്കാരെ പിടിച്ച് നിർത്തി അവർ ഫൈറ്റ് ചെയ്ത് ആ സീറ്റ് നേടിയെടുക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ, അതായത് നമ്മുടെ KT ജലീലൊക്കെ അങ്ങനെ വന്നവരാണ്, ഫൈറ്റ് ചെയ്ത് അത് ചെയ്യാം. അപ്പോൾ ഇത് പ്രായമുള്ള ആളിനെ, അവർക്ക് 64 വയസ്സുണ്ടെന്ന് പറയുന്നത് കേട്ടു. ആ 64-കാരിയായ KK ശൈലജയെ അവർ ഫൈറ്റ് ചെയ്ത് വാങ്ങിക്കട്ടെ, ഫൈറ്റ് ചെയ്ത് ഒരു സീറ്റ് പിടിച്ചെടുക്കട്ടെന്ന്. പിടിച്ചെടുത്തിട്ട് എന്തോ ചെയ്യാനാ? പക്ഷെ അവർ നിവൃത്തിയില്ലാതെ ഒരു പാർട്ടി പ്രവർത്തക, അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തക എന്നുള്ള ഒരു ലേബൽ അവരിൽ പതിഞ്ഞു പോയതുകൊണ്ട് ആ പാവം അത് ഏറ്റെടുക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് ശൈലജ അവിടെ ജയിപ്പിക്കാനൊന്നുമല്ല. ശൈലജ അവിടെ ജയിക്കത്തില്ല എന്ന് ഇവർക്കൊക്കെ അറിയാം. അപ്പോൾ വടകരയെ കഴിഞ്ഞ ഈ ഇലക്ഷൻ മത്സരിപ്പിച്ചു, ഈ ഷാഫി പറമ്പിലിനോടൊപ്പം ആണ് അവർ മത്സരിച്ചത് ഈ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലേക്ക്. വലിയ മാർജിനിൽ തോറ്റുപോയി. അപ്പോൾ ഇനി ഒരു തോൽവിയും കൂടെ ശൈലജയ്ക്ക് വന്നാൽ അവരെ രാഷ്ട്രീയ വനവാസത്തിലേക്ക് തള്ളിവിടാം. കാരണം ഒന്നിനും കൊള്ളത്തില്ല, ജനസമ്മതിയില്ല എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് ഇവരെ ഒതുക്കാനുള്ള ഒരു പരിപാടിക്ക് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ലെന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല. സാധാരണ അരിയാഹാരം കഴിക്കുന്ന ആളുകൾക്കൊക്കെ അങ്ങനെ തോന്നുള്ളൂ. പക്ഷെ പാർട്ടിക്ക് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കത്തില്ല തോന്നുന്നത്. അവർ ഈ വയസ്സുകാലത്ത് അവർ ഫൈറ്റ് ചെയ്ത് വാങ്ങിട്ടെ, അവരുടെ യഥാർത്ഥ ഷുവർ മണ്ഡലം അവിടെ ചെറുപ്പക്കാരന് കൊടുത്ത് ഈസി വാക്ക് ഓവർ കൊടുക്കാം എന്നുള്ള ഒരു ധാരണയിൽ പോകുന്നു. പക്ഷേ ഇതെല്ലാം അപകടത്തിൽ കലാശിക്കും എന്നുള്ളതാണ് എൻ്റെ കണക്കുകൂട്ടൽ.